അതെ, എങ്ങനെയെന്നോ വന്നു ഒരുത്തൻ നമ്മുടെ ആളുകളെ മതം മാറ്റുന്നു, മതപ്രചരണം നടത്തുന്നു. വിശുദ്ധ തോമായെ പറ്റിയാണോ ഈ ആക്ഷേപം? അതെ. അദ്ദേഹം നിർബന്ധിച്ച് ആരെങ്കിലും മതം മാറ്റുന്നുണ്ടോ? ഇല്ല, പക്ഷേ അത്ഭുത വിദ്യകൾ പ്രദർശിപ്പിച്ച് ആളുകളെ വശീകരിക്കുന്നു. ഈ നില അനുവദിച്ചാൽ അമ്പലങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടതായി വരും. സംശയമില്ല. ഒരിക്കലുമില്ല. കുറെ പേർ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനോട് യോജിക്കുന്നത് കൊണ്ട് ഹിന്ദുമതം ക്ഷയിക്കണമെന്നില്ല. സനാതനമായ ഹിന്ദുധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണോ ക്രിസ്തുമതം? പല മതസാരവും ഏകം. എല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് സ്വർഗപ്രാപ്തി ലഭിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്നല്ലാതെ ലക്ഷ്യത്തിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ക്രിസ്തുവും അവതാരമൂർത്തിയാണെന്ന അവിടുത്തെ അഭിപ്രായം? അധർമ്മത്തെ അകറ്റി ധർമ്മം സ്ഥാപിക്കുവാൻ ഭഗവാൻ അവതരിക്കുമെന്ന് ഗീത ഉദ്ഘോഷിക്കുന്നു. 550 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ബുദ്ധദേവനെ ഹിന്ദുക്കളും അവതാരങ്ങളായി അംഗീകരിക്കുന്നു. അവതാരങ്ങൾ അല്ലെങ്കിൽ പ്രവാചകർ, പ്രചാരകരോ ഓരോ കാലഘട്ടത്തിൽ ജനിച്ചേ വെക്കൂ. ക്രിസ്തുദേവനും ആ രൂപത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് അബദ്ധം? അപ്പോൾ ആ വിശുദ്ധ തോമാ എന്ന് പറയുന്നവന് അവന്റെ ഇഷ്ടത്തിനൊത്ത് കൂത്താടാൻ അനുവദിക്കണമെന്ന് തന്നെയാ സ്വാമികളുടെയോ അഭിപ്രായം? അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള പുണ്യഭൂമിയാണ് ആശഭാരതം. വിശുദ്ധ തോമായെ അനുഗമിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ആത്മരക്ഷ ലഭിക്കുമെങ്കിൽ അത് എതിർക്കേണ്ട കാര്യമെന്ത്? എന്നാലും അയാളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അധികം താമസിയാതെ ഹിന്ദുക്കളെല്ലാം... തെറ്റ്. അങ്ങനെ നശിക്കാവുന്ന ഒന്നാണ്. അത്ര ദുർബലമാണ് ഹൈന്ദവ സിദ്ധാന്തങ്ങളെന്ന് നമുക്ക് അഭിപ്രായമില്ല. രാജകുമാരൻ വരെ ഇപ്പോഴയാളുടെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുക. രാജകുമാരൻ ബുദ്ധിഹീനനോ വിദ്യാശൂന്യനോ അല്ലല്ലോ. എന്തായാലും ശരി, ഞങ്ങൾക്കിതിനോട് യോജിക്കാൻ സാധ്യമല്ല. യോജിക്കണമെന്നില്ല. യോജിക്കാൻ സന്നദ്ധതയുള്ളവരെ യോജിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ശരി, നോക്കാം. അവന്റെ മഹാശക്തി ഒന്ന് അറിഞ്ഞിട്ട് നല്ല കാര്യം. ദൈവം മനുഷ്യരുടെ പാവങ്ങളെ കണക്കിലെടുക്കാതെ മിശിഹ വഴി ലോകത്തെ രമ്യപ്പെടുത്തി സമാധാന സന്ദേശം അവിടുന്ന് എന്നെ ഏൽപ്പിച്ചു. ഞാൻ മിശിഹായുടെ പ്രതിനിധിയാണ്. ദൈവത്തോട് രമ്യപ്പെടാൻ മിശിഹായ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഞാൻ വഴി ദൈവം ഉത്ബോധിപ്പിക്കുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ഈശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും അനുഗ്രഹവും. എന്താ 2 ദിവസമായി തൊടാൻ വയ്യ. മാറിയിരിക്കാൻ പറ്റുമോ? പിന്നെ തൊട്ട് ശുദ്ധം മാറ്റണം. തൊട്ട് നോക്കുമ്പോ അറിയാം, പൊള്ളും. അത്രയ്ക്ക് കട്ടിയാ. ദാഹം. ഓഹോ, ദാഹമല്ലേ ഉള്ളൂ, മോഹമൊന്നുമില്ലല്ലോ. അയ്യോ, ആർത്തി. ചുണ്ടും നാവും ഒക്കെ കത്തി കരിയുക. കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. വൈദ്യുതി കണ്ടോ? അങ്ങേര് കിടപ്പിലായിട്ട് 10 ദിവസമായല്ലോ. അങ്ങേര്? എന്റെ ഭർത്താവേ. ഓഹോ, ഭർത്താവിലാണോ? പിന്നെ ഞാൻ എന്തെന്നാ പറഞ്ഞത്? അപ്പൊ ഞാൻ എന്തോന്നാ കേട്ടത്? അയ്യോ, പനി. പൊള്ളണ പനിയാ. ആട്ടെ, പനി വരുമ്പോൾ വിറയലുണ്ടോ? വിറയലുണ്ടോന്ന് തുള്ളല. ബാധ പിടിച്ച മാതിരി. അടുത്ത് നാവ് നേട്ടണം. ഞാനോ? നീട്ടണം നാവ്. അയ്യോ, എനിക്കല്ല വൈദ്യരെ. നിന്റെ കണ്ണിൽ ചോരയുണ്ടെങ്കിൽ അവനും കാണും. ഭർത്താവ് ഭാര്യയുടെ ആരാ? അർത്ഥം പകുതി. ഒന്നിലുള്ളത് 2ലും കാണും. ശരി, ഞാനൊരു ഭസ്മം തരാം. അത്താഴ പുറമെ ആഴയ്ക്ക് ഉപ്പ് നീട്ടി അരച്ചു കൊടുക്കണം. അല്പം കയ്പാണ്, കഴിക്കും? അയ്യോ, കയ്പുണ്ടെങ്കിൽ അങ്ങേര് കൊന്നാലും കഴിക്കില്ല. കൊല്ലാതെ കൊടുക്കണം. ആകട്ടെ, ഒരുമിച്ചാണോ താമസം? എന്ത് ചോദ്യോ വൈദ്യരെ? നാണിക്കണ്ട. ഒരുമിച്ചാണോ താമസം? അതെ. ഒരേ മുറിയിൽ? അതെ. കട്ടില്ലോ നിലത്തോ? കട്ടില്ല. മതി. അപ്പോൾ നിങ്ങൾ കഴിച്ചാൽ മതി. ഫലം ഭർത്താവിന് കിട്ടിക്കോളും. ഞാൻ മരുന്ന് കഴിച്ച അങ്ങേർക്ക് കിട്ടും. അങ്ങനെ പകർന്ന് ലയിച്ചങ്ങ് പൊക്കോളും. ധൈര്യമായിട്ട് പോണം. ആ വില വന്നില്ല. പേടിക്കണ്ട, വൈദ്യുതി വെച്ചിട്ടുണ്ട്. എന്തോ കൊല? കൊലയോ? ഒന്നാന്തര ഒരു ഏത്തക്കൊല. എടുത്തോണ്ട് വരാൻ ആളില്ലാഞ്ഞിട്ടാ. ഞാൻ കൊടുത്തയക്കാം. വൈദ്യരെ, വൈദ്യരെ, എന്റെ കോഴിയെ രക്ഷിക്കണം. എന്ത് പറ്റി? ഇത് കണ്ടോ?
കാണുന്ന പിടക്കോഴികളുടെ പുറകെ എല്ലാം ഓടി നടന്നിരുന്ന ചുണക്കുട്ടന 2 ദിവസമായി തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇവന്റെ നടപ്പ് കാണുമ്പോ ചങ്ക പൊളിഞ്ഞവണ് വൈദ്യര്. ആ കണ്ടിടത്തെല്ലാം കേറി ഇറങ്ങി നടന്നവനല്ലേ കുറെ കഴിയുമ്പോ തൂങ്ങും, അല്പം കഴിയുമ്പോൾ അനങ്ങിയില്ലെന്നും വരും. അയ്യോ കൊടുങ്ങലിലേക്ക് ഒഴിഞ്ഞിട്ടിരിക്കുന്നതാ. ചത്താനുണ്ടല്ലോ ഭഗവതി കോപിക്കും. ഓഹോ, ശരി നാവ് കിട്ടണം. നാവോ? കിട്ടണം നാവ്. ഓ രക്തക്കുറവുണ്ട്, രക്തക്കുറവുണ്ട്, രക്തക്കുറവുണ്ട്. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് പിടക്കോഴികളുമായിട്ടുള്ള അടിക്കടിക്കുള്ള സമ്പർക്കം മൂലം ഇവന്റെ ആണത്വം നശിച്ചു. കണ്ടോ, ഈ പൂവൻ പെടയാകാൻ. പെടയോ? പേടിക്കണ്ട, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പൂവൻ കോഴി മുട്ട ഇട്ടുകൊള്ളും. നേരാണോ വൈദ്യുതി പറയും? പരിണാമം, അണുക്കളുമായുള്ള ഏറ്റുമുട്ടൽ. അണക്കുപ്പ് നീട്ടിൽ ഇത് അണക്കൊടുക്കണം. വില തന്നില്ല. ഓ, ഇവൻ ആദ്യം ഇടുന്ന മുട്ടയുണ്ടല്ലോ വൈദ്യർക്ക് തന്നെ വന്നേക്കാം. എന്റെ ഭഗവാനെ, ഒന്ന് കൊല, ഒന്ന് മുട്ട. ഇനി ഇവിടെ നിന്ന് വരുന്നവൻ എന്ത് കൊണ്ടുവരുവാകും? ആ ശാന്തിയോ ഇരിക്കൂ. ക്ഷേരദേശത്തിന്റെ ഈ ഐശ്വര്യദേവതയുടെ തിരുമുൻപിൽ അങ്ങനെ ഒരു ഗുരുത്വദോഷം കാണിക്കാൻ നോമുതിരില്ല. പ്രശംസയും കൊണ്ടാണല്ലോ പുറപ്പാട്. എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ ശാന്തി രാജ്യം ഭരിക്കുന്നത് നാമല്ല. അല്ല, അവിടുത്തെ പുത്രനാ. അതുകൊണ്ട് ഭരണകാര്യത്തിൽ ഇടപെടുന്നത് ശരിയുമല്ല. പക്ഷേ ഉപദേശിക്കുന്നതിൽ തെറ്റുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് നോം പറയുന്നില്ല. അറിയാതെ ചെയ്തു എന്നാണോ? ആ തോമയെ പറ്റിയായിരിക്കും ശാന്തി സൂചിപ്പിക്കുന്നത്. അതെ, അവൻ എന്തോ ചെപ്പിടി വിദ്യയെല്ലാം കാണിച്ച് നമ്മുടെ ഹിന്ദുക്കളെ അപ്പാടെ അവന്റെ ചൊൽപ്പിടിക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുക. ഇത്ര ഭയപ്പെടാൻ? നമ്മുടെ കുട്ടൻ തമ്പുരാൻ വരെ അവന്റെ ചൊൽപ്പടിയിലാണ്. കുട്ടൻ അത്ര ബുദ്ധിയെന്നാണ്. ആ തോമായെ പിന്തുടരുകയാ ഇപ്പൊ. അവൻ നല്ലവനാണെങ്കിലും തിരക്കേടില്ല. ദുർഗുണങ്ങളുടെ വിളനിലമാണ്. നമ്മുടെ അടിച്ചുകളിക്കാരി നങ്ങേരിയില്ലേ, അവളെ വരെ അത് പറയുന്നതേ കുറച്ച്. എന്നിട്ട് ശാന്തി ഇതുവരെ കുമാരനെ അറിയിച്ചില്ല. കാര്യസ്ഥൻ കൂടി വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവിടുന്ന് കൂടി മനസ്സ് വെച്ചാലേ അവന്റെ അട്ടഹാസം മടക്കാനും. ന്യായമായ ഏതൊരു കാര്യങ്ങൾക്കും നമ്മെ കൊണ്ടാവുന്ന ചെയ്യാതിരിക്കില്ല. അത് മതി, അത് മതി. പിന്നെ എന്താ? ദേശാന്തി എന്നെ ഇങ്ങോട്ട് അയച്ച വിവരം തൽക്കാലം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അറിയാതിരിക്കുന്നതാ നല്ലത്. അടിയൻ വിടവള്ളട്ടെ. വൈദ്യരെ, ദഹനദൂഷ്യം. ദഹനദൂഷ്യം വരാൻ കാരണമെന്ന് അമിതാഹാരം. പ്രത്യേകിച്ച് വല്ലതും കഴിച്ചു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഒന്നും. 2 കഷ്ണം ഇറച്ചി കഴിച്ചിട്ടുണ്ട്. മതിയല്ലോ, ഇറച്ചി എന്തിന് 2 കഷ്ണം? 1 കഷ്ണം മതി. അവൻ ആമാശയത്തിലോട്ട് ചെന്നിട്ടൊന്ന് പെരുമാറും. ആകട്ടെ, കഴിച്ചത് കോഴിയോ താറാവോ? പട്ടി. പട്ടിയിറച്ചിയോ? ഓ, അതാണോ ഇതിനെയും കൊണ്ട് നടക്കുന്നത് തിന്നാൻ? അല്ല വൈദ്യരെ, ഇറച്ചി കഴിച്ചത് പട്ടിയാ. ഇളക്കം വന്നത് തനിക്കും. എനിക്കല്ല, പട്ടിക്കാ വയറ്റിളക്കം. ഓഹോ, പട്ടിക്കാണോ? ആകട്ടെ, പേര് നീലി, വയസ്സ് 2. പ്രസവിച്ചു. എത്ര? 1. ഓ, പ്രസവം നിർത്തണം. പട്ടിയുടെ ജീവൻ അപകടമാണ്. വയറ്റിളക്കം നിന്ന് പ്രസവം താനേ നിന്നോളും. വില തന്നില്ല. സൂക്കേട് മാറട്ടെ വൈദ്യരെ. വില തന്നില്ലെങ്കിൽ പട്ടി അങ്ങ് വൈദ്യരെടുത്തു. ഒരു സ്ഥലം